ബാർ 2013 നന്ദഗോപൻ. യുവർ ഓണർ, നിയമപരമായി വിവാഹം ചെയ്ത ഭാര്യ ജീവിച്ചിരിക്കെ അവരറിയാതെ രഹസ്യമായി മറ്റൊരു വിവാഹം ചെയ്യുകയും രഹസ്യ ഭാര്യയെ മറ്റൊരു പേരിൽ സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്ത പ്രതി പിന്നീട് സത്യം മനസ്സിലാക്കി ആദ്യ ഭാര്യ വീട് വിട്ടുപോയ സാഹചര്യത്തിൽ രണ്ടാം ഭാര്യയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന കേസ്. പരാതിക്കാരിയുടെ അപേക്ഷ പ്രകാരം പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോയ സിഇയും സംഘവും പരാതിക്കാരിയെ പ്രതി നന്ദഗോപൻ ക്രൂരമായി മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നത് നേരിൽ കണ്ടു എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. പ്രതി അഡ്വക്കേറ്റ് നന്ദഗോപൻ കോടതിക്ക് പോലും സുപരിചിതനായ വ്യക്തിയും സമൂഹത്തിനും നിയമത്തിനും ഒരുപോലെ മാർഗദർശിയായിരിക്കും. അതെല്ലാം മറന്ന് ഇത്ര ഹീനമായ വിധം നിയമലംഘനം നടത്തുകയും സമൂഹത്തിൽ തെറ്റായ പാഠങ്ങൾ പ്രചരിപ്പിക്കും വിധം പ്രവർത്തിക്കുകയും ചെയ്തത് കോടതി വളരെ ഗൗരവപൂർവ്വം കാണണമെന്നും സൊസൈറ്റിയിൽ എല്ലാവിധത്തിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളെന്ന നിലയ്ക്ക് പരാതിക്കാരിയെ വീണ്ടും പീഡിപ്പിക്കാൻ ഇടയുള്ളതിനാലും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധ്യത ഉള്ളതിനാലും പ്രതി നന്ദഗോപന് ജാമ്യം അനുവദിക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ പറയുകയുണ്ടായി, പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് നന്ദഗോപൻ ബഹുമാനപ്പെട്ട കോടതിക്ക്